വീട് വെച്ചവരും വസ്തു വാങ്ങിയവരുമൊക്കെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് നികുതി കൂടുമോ എന്നാണ്. നിങ്ങൾക്കറിയാം, 2023 സർക്കാർ വസ്തുനികുതിയുടെ അടിസ്ഥാന നിരക്കുകളിൽ വലിയൊരു വർധനവ് വരുത്തിയിരുന്നു. അതിന്റെ തുടർച്ചയായി 2026 എത്തുമ്പോൾ നമ്മുടെ നികുതി ഘടനയിൽ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കേരളത്തിലെ പുതിയ വസ്തുനികുതി നിയമങ്ങളെക്കുറിച്ചും എങ്ങനെ പിഴയില്ലാതെ ഇത് അടയ്ക്കാം എന്നതിനെക്കുറിച്ചുമാണ്. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ്, അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. ആദ്യമേ തന്നെ പറയട്ടെ, എന്തുകൊണ്ടാണ് ഈ നികുതിയിൽ വർധനവ് വരുന്നത്. 2023 ഏപ്രിൽ മുതൽ പ്രാബല്യത്തിൽ വന്ന നിയമപ്രകാരം നികുതിയുടെ അടിസ്ഥാന നിരക്കിൽ 5% വരെ വർധനവാണ് സർക്കാർ കൊണ്ടുവന്നത്. ഇത് ഓരോ വർഷവും 5% വീതം കൂടിക്കൊണ്ടിരിക്കും. അതായത് 2023 നിങ്ങൾ അടച്ച തുകയല്ല 2026 അടയ്ക്കേണ്ടി വരുന്നത്. പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ എന്നിങ്ങനെ നിങ്ങൾ താമസിക്കുന്ന സ്ഥലം അനുസരിച്ചാണ് ഈ നിരക്ക് നിശ്ചയിക്കുന്നത്. ഇപ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എൻ്റെ വീടിന് എത്ര രൂപ നികുതി വരുമെന്ന്. ഇത് കണക്കാക്കുന്നത് നിങ്ങളുടെ വീടിന്റെ വിസ്തീർണം അഥവാ സ്ക്വയർ മീറ്റർ കണക്കിലാണ്. ഉദാഹരണത്തിന്, പഞ്ചായത്തുകളിൽ ഒരു ചതുരശ്ര മീറ്ററിന് മിനിമം 6 രൂപ മുതൽ 10 രൂപ വരെയാണ് അടിസ്ഥാന നിരക്ക്. ഇത് മുനിസിപ്പാലിറ്റിയിൽ എത്തുമ്പോൾ 9 രൂപ മുതൽ 15 രൂപ വരെയാകും. കോർപ്പറേഷന്റെ പരിധിയിലാണെങ്കിൽ 11 രൂപ മുതൽ 22 രൂപ വരെയാകാൻ സാധ്യതയുണ്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, വീടിന്റെ പഴക്കം, അത് നിർമ്മിക്കാൻ ഉപയോഗിച്ച സാമഗ്രികൾ, റോഡുമായുള്ള ദൂരം എന്നിവയൊക്കെ നോക്കി ഈ തുകയിൽ ചെറിയ മാറ്റങ്ങൾ വരാം. മറ്റൊരു പ്രധാന കാര്യം, 60 ചതുരശ്ര മീറ്ററിൽ താഴെ വിസ്തീർണമുള്ള വീടുകൾക്ക്, അതായത് ഏകദേശം 645 സ്ക്വയർ ഫീറ്റിൽ താഴെയുള്ള വീടുകൾക്ക് നികുതി നൽകേണ്ടതില്ല. ഇത് സാധാരണക്കാർക്ക് വലിയൊരു ആശ്വാസമാണ്. അതുപോലെ തന്നെ പാവപ്പെട്ടവർക്കായി സർക്കാർ നിർമ്മിച്ചു നൽകുന്ന ലൈഫ് മിഷൻ വീടുകൾക്കും വിസ്തീർണം നോക്കാതെ തന്നെ നികുതി ഇളവുകൾ ലഭ്യമാണ്. ഇനി എങ്ങനെയാണ് ഈ നികുതി അടയ്ക്കേണ്ടത്? പണ്ട് നമ്മൾ പഞ്ചായത്ത് ഓഫീസിൽ പോയി ക്യൂ നിൽക്കുമായിരുന്നു. എന്നാൽ 2026 അതിന്റെ ആവശ്യമില്ല. കേരളത്തിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും ഇപ്പോൾ കെ-സ്മാർട്ട് എന്ന ഏകീകൃത പോർട്ടലിലേക്ക് മാറിക്കഴിഞ്ഞു. നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ച് തന്നെ വീട്ടിലിരുന്ന് നികുതി അടയ്ക്കാം. കെ-സ്മാർട്ട് വെബ്സൈറ്റിൽ കയറി നിങ്ങളുടെ തദ്ദേശ സ്ഥാപനത്തിന്റെ പേരും വാർഡ് നമ്പറും ഡോർ നമ്പറും നൽകിയാൽ എത്ര രൂപയാണ് നിങ്ങൾ അടയ്ക്കാനുള്ളതെന്ന് അവിടെ കാണിക്കും. ഓൺലൈനായി പണം അടച്ചാൽ ഉടൻ തന്നെ രസീത് ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. നികുതി അടയ്ക്കുമ്പോൾ പലരും വരുത്തുന്ന ഒരു പ്രധാന തെറ്റുണ്ട്. ഓരോ വർഷം ഏപ്രിൽ 1 പുതിയ സാമ്പത്തിക വർഷം തുടങ്ങുകയാണ്. ജൂൺ 30 നികുതി അടച്ചു തീർത്താൽ പലപ്പോഴും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ചെറിയ ഇളവുകൾ ലഭിക്കാറുണ്ട്. എന്നാൽ സെപ്റ്റംബറിന് ശേഷം അടയ്ക്കുകയാണെങ്കിൽ മാസം തോറും 1% വീതം പിഴപ്പലിശ കൂടി നൽകേണ്ടി വരും. അതുകൊണ്ട് പരമാവധി നേരത്തെ അടച്ചു തീർക്കാൻ ശ്രദ്ധിക്കുക. വസ്തു വാങ്ങിയവരോ വിൽക്കാൻ ആഗ്രഹിക്കുന്നവരോ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് പോക്കുവരവ് അഥവാ മ്യൂട്ടേഷൻ. വസ്തു വാങ്ങിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഉടമസ്ഥാവകാശം മാറ്റണം. പുതിയ നിയമപ്രകാരം വസ്തു വാങ്ങുമ്പോൾ പഴയ ഉടമസ്ഥന്റെ പേരിലുള്ള നികുതി കുടിശ്ശിക തീർക്കേണ്ട ഉത്തരവാദിത്തം വാങ്ങുന്ന ആൾക്കാണ്. അതുകൊണ്ട് ആധാരം ചെയ്യുന്നതിന് മുൻപ് നികുതി കൃത്യമാണോ എന്ന് പരിശോധിക്കുക. കെ-സ്മാർട്ട് വഴി ഇപ്പോൾ ഉടമസ്ഥാവകാശം മാറ്റുന്നതിനും ഓൺലൈനായി അപേക്ഷിക്കാം. മറ്റൊരു പ്രധാന കാര്യം, വീട് വാടകയ്ക്ക് നൽകിയിരിക്കുകയാണെങ്കിൽ നികുതി കൂടുമോ എന്നതാണ്. അതെ, സ്വന്തം താമസത്തിന് ഉപയോഗിക്കുന്ന വീടിനേക്കാൾ കൂടുതൽ നികുതി വാടകയ്ക്ക് നൽകിയ വീടുകൾക്കോ അല്ലെങ്കിൽ കച്ചവട ആവശ്യത്തിന് ഉപയോഗിക്കുന്ന കെട്ടിടങ്ങൾക്കോ നൽകേണ്ടി വരും. ഇതിനെ നോൺ റെസിഡൻഷ്യൽ നിരക്ക് എന്നാണ് പറയുന്നത്. പലരും റെസിഡൻഷ്യൽ എന്ന് കാണിച്ച് കുറഞ്ഞ നികുതി അടയ്ക്കാറുണ്ട്. എന്നാൽ ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് വരുമ്പോൾ ഇത് പിടിക്കപ്പെട്ടാൽ വലിയ തുക പിഴയായി അടയ്ക്കേണ്ടി വരും. അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്യാഷ് ലിമിറ്റിനെ കുറിച്ചാണ്. 2026 നിയമങ്ങൾ പ്രകാരം ബാങ്കുകൾ വഴിയുള്ള ഇടപാടുകൾക്കാണ് മുൻഗണന. 2 ലക്ഷം രൂപയിൽ കൂടുതൽ പണമായി വസ്തു ഇടപാടുകൾ നടത്തുന്നത് നിയമവിരുദ്ധമാണ്. നികുതി അടയ്ക്കുമ്പോഴും വലിയ തുകകളാണെങ്കിൽ ഓൺലൈൻ പേയ്മെന്റ് തന്നെ ഉപയോഗിക്കുക. ഇത് നിങ്ങളുടെ രേഖകൾ സുരക്ഷിതമായിരിക്കാൻ സഹായിക്കും. മറ്റൊരു പ്രധാന കാര്യം കൂടിയുണ്ട്, ഇന്റർനെറ്റിൽ വരുന്ന പല വ്യാജ ലിങ്കുകളിലും ക്ലിക്ക് ചെയ്യരുത്. നികുതി അടയ്ക്കാൻ സർക്കാരിന്റെ ഔദ്യോഗിക വെബ്സൈറ്റുകൾ മാത്രം ഉപയോഗിക്കുക. ആരെങ്കിലും ബാങ്ക് മാനേജറെന്നോ പഞ്ചായത്ത് ഉദ്യോഗസ്ഥരെന്നോ പറഞ്ഞ് വിളിച്ച് OTP ചോദിച്ചാൽ നൽകരുത്. ഡിജിറ്റൽ യുഗത്തിൽ നമ്മൾ കൂടുതൽ ജാഗ്രത പാലിക്കണം. നിങ്ങളുടെ വീടിന്റെ നികുതിയിൽ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ, അതായത് തുക വളരെ കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ, നിങ്ങൾക്ക് അപ്പീൽ നൽകാൻ അവകാശമുണ്ട്. തദ്ദേശ സ്ഥാപനത്തിലെ സെക്രട്ടറിക്ക് ഇതിനായി അപേക്ഷ നൽകാം. അവർ വീണ്ടും വന്ന് അളന്ന് പരിശോധിച്ച ശേഷം തുകയിൽ മാറ്റം വരുത്താൻ സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ 2026 വസ്തുനികുതി അടയ്ക്കുന്നത് വളരെ എളുപ്പമാണ്. പക്ഷേ നിയമങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് മാത്രം. കൃത്യസമയത്ത് നികുതി അടയ്ക്കുന്നത് നിങ്ങളുടെ പൗരധർമ്മം മാത്രമല്ല, വസ്തുവിന്റെ രേഖകൾ കൃത്യമായി ഇരിക്കാനും ഇത് സഹായിക്കും. വീട് വിൽക്കുമ്പോഴോ ലോൺ എടുക്കുമ്പോഴോ ഏറ്റവും ആദ്യം ബാങ്ക് ചോദിക്കുന്നത് ഏറ്റവും പുതിയ നികുതി രസീതാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം.